ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ഒരു രഹസ്യായുധമാണ് കാളി അല്ലെങ്കിൽ കാളി 5000. ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് DRDOയും ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററും കൂടെ ചേർന്ന് സംയുക്തമായി നിർമ്മിച്ച ഒരായുധമാണ് കാളി. കാളിയുടെ ഫുൾ ഫോം കിലോ ആംപിയർ ലീനിയർ ഇൻജക്ടർ എന്നാണ്. വിനാശത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും ദേവത കൂടിയാണ് കാളി. ഒരു ഡയറക്റ്റ് എനർജി വെപ്പണായിട്ടാണ് കാളിയെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എങ്കിലും ടാർജറ്റുകളെ തകർക്കാൻ കാളി ഒരു തരത്തിലുമുള്ള ലേസർ ബീമുകളും ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായി റിയലിസ്റ്റിക് ഇലക്ട്രോണിക് ബീമിൻ്റെ പവർഫുൾ പൾസ് ജനറേറ്റ് ചെയ്താണ് കാളി ടാർജറ്റുകളെ തകർക്കുന്നത്. ഇത് ടാർജറ്റുകളുടെ ഓൺ ബോർഡ് ഇലക്ട്രോണിക് സിസ്റ്റത്തെയും നശിപ്പിക്കുന്നു. അതിലൂടെ ടാർജറ്റിനെ പൂർണ്ണമായും ഡാമേജ് ചെയ്യാൻ കാളിക്ക് കഴിയുന്നു. കാളിയെ ഡയറക്റ്റ് എനർജി വെപ്പണുകളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെങ്കിലും ഇത് ലേസർ വെപ്പണുകൾക്ക് വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. ലേസർ വെപ്പണുകൾ ഹൈ ഇൻറ്റൻസിറ്റി ലേസറുകൾ ഉപയോഗിച്ച് ടാർജറ്റുകളിൽ ഹോൾ ഉണ്ടാക്കിയാണ് ഡാമേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാളിക്ക് ശത്രുക്കളുടെ ഏത് സിസ്റ്റത്തിനെയും തകർക്കാനുള്ള ശേഷിയുണ്ട്. കാളിയെ ഇന്ത്യയുടെ രഹസ്യായുധം എന്ന് പറയാനുള്ള കാരണം ഇതിനെപ്പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ മാത്രമേ ഇന്ന് പബ്ലിക് ഡൊമെയ്നുകളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. കാളിക്ക് മിസൈലുകൾ, ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ എന്ന് മാത്രമല്ല സ്പേസിൽ കറങ്ങി നടക്കുന്ന എതിരാളിയുടെ സാറ്റലൈറ്റിനെ വരെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിനെ ഒരായുധമായി ഉപയോഗിച്ച് തുടങ്ങിയത് 2012-ലാണെന്ന് പറയാം. ഏപ്രിൽ 5-ന് പാകിസ്ഥാന്റെ കൈവശമുള്ള സിയാച്ചിൻ ഗാരി സെക്ടറിൽ വലിയൊരു അപകടം നടന്നു. ക്ലസ്റ്ററിന്റെ വലിയൊരു ഭാഗം തന്നെ അടർന്നു വീണു. പാകിസ്ഥാൻ ആർമിയുടെ ബേസ് ക്യാമ്പ് അവിടെ ഉണ്ടായിരുന്നു. ബേസ് ക്യാമ്പ് പൂർണ്ണമായും തകരുകയും അതോടൊപ്പം 130 പാകിസ്ഥാൻ സൈനികരെയും 11 സിവിലിയൻസിനെയും അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം ഇന്ത്യയാണെന്നാണവർ പറഞ്ഞത്. 2018 ജൂലൈ 11-ന് കാളി 5000-നെ കുറിച്ച് ഉയർന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനെ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ വിലക്കുകയാണുണ്ടായത്. കാളി വെപ്പണിനെ കുറിച്ചുള്ള ചോദ്യങ്ങളെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്ന് ചൂണ്ടിക്കാണിച്ച് തിരിച്ചുവിടുകയാണ് ഗവൺമെൻറ് ചെയ്തത്. ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് കാളി എന്ന സീക്രട്ട് വെപ്പൺ ഇന്ത്യക്കുണ്ട് എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപ്ഗ്രേഡ് വേർഷനുകൾക്കായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലെ ഇൻഫർമേഷനുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.